കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി വിവാദത്തിന് പിന്നാലെ ഖാദി ബോർഡിലും കോടികളുടെ അഴിമതി നടന്നതായി ആരോപണം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കടകംപള്ളി മനോജ് പരാതി നൽകും. കെ എ രതീഷ് ഖാദി ബോർഡ് സെക്രട്ടറിയായിരുന്ന സമയത്ത് കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് മനോജിന്റെ വാദം. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് മനോജ്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസായി മാറുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ കടകംപള്ളി മനോജ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്, ഈ വാർത്താ വിശദാംശങ്ങൾ നൽകിയത് മനോജാണ്. അങ്ങനെയാണെങ്കിൽ മനോജിന്റെ പുതിയ വാദം, പുതിയ ആരോപണം കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ ആക്കം കൂട്ടും. എന്തൊക്കെയാണ് ഇപ്പോൾ മനോജ് പറയുന്നത്? എപ്പോഴാകും പരാതിയുമായി മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മനോജ് സമീപിക്കുക? അശ്വതി രാഖി, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി പുറത്തുകൊണ്ടുവന്ന വ്യക്തിയാണ് കടകംപള്ളി മനോജ്. കടകംപള്ളി മനോജ് തന്നെയാണ് ഈ മറ്റൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ കേരള ഖാദി ബോർഡിൻ്റെ നിലവിലുണ്ടായിരുന്ന മുൻ ഡയറക്ടർ കൂടിയായ കെ രതീഷിനെതിരെയാണ് ആരോപണങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കെ എ രതീഷ് ഖാദി ബോർഡിലും കൂടുതൽ അഴിമതി നടത്തിയ വസ്തുതകളാണ് കടകംപള്ളി മനോജ് ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതിയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകാനായി കടകംപള്ളി മനോജ് ഒരുങ്ങുകയും ചെയ്യുന്നത്. അതായത് മുൻ ഇടതു സർക്കാരിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഖാദി ബോർഡിൽ നിന്ന് കൂടുതൽ കോവിഡ് കാലത്തടക്കം മാസ്കുകളടക്കം നിർമ്മിച്ച് വിപണിയിൽ വിതരണം ചെയ്തിരുന്നു. ആ വിതരണം ചെയ്യുന്നതിലടക്കം വ്യാജമായ മാസ്കുകളാണ് നിർമ്മിച്ച് നൽകിയതും ഇതിനുള്ള തുണിത്തരങ്ങളെല്ലാം തന്നെ എടുത്തതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച് അത് ഖാദി ബോർഡിൻ്റെ പേരിൽ വലിയ ബ്രാൻഡായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെയാണ് വിപണിയിൽ ഇറക്കിയതെന്നുള്ള കാര്യങ്ങളും അതിന് പിന്നിൽ വലിയ കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതുമാണ് കടകംപള്ളി മനോജിന് ഉയർത്തുന്ന പരാതിയിലുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച പരാതിയുമായിട്ടാണ് ആഭ്യന്തരമന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും കാണാനായിട്ട് കടകംപള്ളി മനോജ് നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. എന്തായാലും പുതിയൊരു വലിയ വിവാദത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു പരാതിയുമായിട്ട് തന്നെയാണ് കടകംപള്ളി മനോജ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ മുൻ ഡയറക്ടർ കൂടിയായ കെ എ രതീഷ് ഇതിലും കൂടി പങ്കുണ്ടായിരുന്നു. പ്രധാനമായും കേരള ഖാദി ബോർഡിൻ്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് കെ എ രതീഷ്. അതിനാൽ തന്നെ കെ എ രതീഷ് കൂടി വീണ്ടും മറ്റൊരു അഴിമതി കേസിൽ പ്രതിപ്പട്ടികയിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അശ്വതി രാഖി. ശരി ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. ഖാദി ബോർഡിൽ കോടികളുടെ അഴിമതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസ് പുറത്തെത്തിച്ച മനോജ് കടകംപള്ളി തന്നെയാണ് ഈ കെ എ രതീഷിന്റെ പങ്ക്. കോടിക്കണക്കിനുള്ള എന്താണ് ക്രമക്കേട് നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെയും ആവശ്യം. ശ്യാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.